പബ്ജി, ഫ്രീ ഫയർ പോലെ തന്നെ ഒരു കാലത്ത് ലോകമാകെ വിപ്ലവം സൃഷ്ടിച്ച ഒരു ഗെയിം 23 തവണ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും റിജക്ട് ചെയ്തെങ്കിലും പിന്നീട് തരംഗമായി മാറിയ മിനിമേഷ്യ ചാറ്റ് ടൗൺസ് ഡെവലപ്പ് ചെയ്ത ഈ ഗെയിം പിന്നീട് ഗൂഗിൾ വാങ്ങിയത് 68 മില്യൺ US$. ഒരുപാട് കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ഗെയിം റിജക്ട് ആയതോടെ അദ്ദേഹം കടക്കിണിയിലായി. ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപറിക്കും ചെറിയ ജോലികൾ ചെയ്തും തന്റെ ഗെയിം എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. അങ്ങനെ 2002 അദ്ദേഹം ഒരു പ്രൈവറ്റ് സെർവർ വാടകയ്ക്കെടുത്തു. ഗ്രാഫിക് റെസല്യൂഷൻ മെച്ചപ്പെടുത്തിയ ശേഷം സെർവറിൽ ഹോസ്റ്റ് ചെയ്തു. പക്ഷേ ഈ ഗെയിമേ നിങ്ങൾക്ക് വേറൊരു കൈൻഡ് ഓഫ് മെമ്മറി ആയിരിക്കും. എന്റെ മെമ്മറി എന്തെന്നറിയാവോ, എന്റെ വീടിന്റെ സിറ്റ് ഔട്ട് നിറച്ച് ആ ജംഗ്ഷനിലുള്ള പിള്ളേർ മൊത്തം അവിടെ ഉണ്ട്. എന്റെ അനിയനായിരുന്നു ഇതിന്. അന്ന് ഞാൻ ഗെയിം കളിക്കുന്നില്ല, ഇവൻ ആ നാട്ടിലുള്ള പിള്ളേരെ എല്ലാം പിടിച്ചോണ്ടിരുത്തി അവിടെ ഇരുത്തി കളിയാണ്. എന്റെ അമ്മ ചീത്ത വിളിക്കുന്നു, അമ്മുമ്മ ചീത്ത വിളിക്കുന്നു, ഞാൻ ചീത്ത വിളിക്കുന്നു. എന്ത് ബഹളമാന്ന് വെച്ചിട്ട്. നിങ്ങൾക്കിത്